പേര് കേട്ടാൽ ഗൾഫുകാരൻ. പക്ഷേ മാസാവസാനം കീശ നോക്കിയാൽ നാട്ടിലെ ബംഗാളി നമ്മളെക്കാൾ വലിയ മുതലാളിയാ. അവിടെ അവർക്ക് കണക്കുകൾ തെറ്റാറില്ല. ഇവിടെ നമ്മുടെ രണ്ടറ്റവും മുട്ടാറുമില്ല. പീസ അടിക്കാനെടുത്ത കടം, നാട്ടിലെ കല്യാണം, പിന്നെ ആഡംബരത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടം. ഇതിനിടയിൽ പലരുടെയും ജീവിതത്തിലെ കണക്കുകൾ ആകെ തെറ്റിപ്പോകുന്നുണ്ട്. പക്ഷേ തോറ്റുകൊടുക്കാനല്ല നമ്മൾ കടൽ കടന്നത്. ചിലവുകൾ കുറച്ച് കൃത്യമായ പ്ലാനിങ്ങിലൂടെ ആ പഴയ പ്രതാപം നമുക്ക് തിരിച്ചുപിടിക്കാം. കയ്യിൽ കിട്ടുന്ന ശമ്പളം വീട്ടുചെലവിന് പോലും തികയുന്നില്ല. പിന്നെങ്ങനെയാ ഈ മരുന്നിനും കോഫിക്കും ഒക്കെ പണം കണ്ടെത്തുക? ഇതാണ് പലരുടെയും ചോദ്യം. പക്ഷെ ഒന്നോർക്കുക, നമ്മൾ സമ്പാദിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? കടങ്ങളും ബാധ്യതകളും എന്നും ഉണ്ടാകും. എന്നാൽ ആരോഗ്യം ഒരിക്കൽ പോയാൽ അത് തിരിച്ചു പിടിക്കാൻ ഈ സമ്പാദ്യമൊന്നും മതിയാകില്ല. പ്രമേഹം നിങ്ങളെ തളർത്തുന്നതിന് മുൻപേ അതിനെ തളയ്ക്കാൻ നിങ്ങൾ തയ്യാറാകണം. മറ്റുള്ളവർക്ക് വേണ്ടി ഓടുമ്പോഴും കുറച്ച് സമയം, കുറച്ച് കരുതൽ, അത് സ്വന്തം ശരീരത്തിന് വേണ്ടിയും നൽകാം. ഐ-കോഫി ഒരു ആഡംബരമല്ല, ആരോഗ്യത്തോടുള്ള നിങ്ങളുടെ നിക്ഷേപമാണ്. എല്ലാം മാറും. നിങ്ങളുടെ മനോഭാവം മാറിയാൽ പ്രമേഹവും മാറും. ഇനി അല്പം അവനവന് വേണ്ടി ജീവിക്കാം. എന്റെ കുടുംബത്തിൽ നിന്നും 4 പ്രിയപ്പെട്ടവരെയാണ് ഈ രോഗം കവർന്നെടുത്തത്. ആ ഭയവും സങ്കടവും അനുഭവിച്ചവർക്കേ അതിന്റെ വേദന മനസ്സിലാക്കൂ. എന്നാൽ ഇന്ന് ആ വേദനയുടെ കഥകൾക്കൊരു മാറ്റം വന്നിരിക്കുന്നു. ഞാൻ റഷീദ്. എന്റെ ജീവിതത്തിലേക്ക് ഐ-കോഫി കടന്നു വന്നതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ദിവസവും 2 നേരം ഐ-കോഫി കുടിക്കുന്നതിലൂടെ പ്രമേഹത്തെ നിയന്ത്രിക്കാൻ എനിക്ക് സാധിച്ചു. മരണഭയത്തിൽ നിന്നും ആരോഗ്യകരമായ ഒരു ജീവിതത്തിലേക്കുള്ള മാറ്റമായിരുന്നു അത്. ഇന്ന് ഈ കാണുന്ന AI വീഡിയോ വരെ നിർമ്മിക്കാനുള്ള ആത്മവിശ്വാസം എനിക്ക് ലഭിച്ചതും ആ മാറ്റത്തിലൂടെയാണ്. എന്റെ കുടുംബത്തിന്റെ ചരിത്രം തിരുത്തി എഴുതാൻ ഈ ഒരു ശീലം സഹായിച്ചുവെങ്കിൽ നിങ്ങൾക്കും അതിന് സാധിക്കും. നാം കുടിക്കുന്ന ചായക്ക് എത്ര ഗുണമുണ്ടെന്ന് ഓർക്കുക. പ്രമേഹം നിങ്ങളെ തകർക്കും മുൻപ് ഇന്ന് തന്നെ ദിവസവും കുടിക്കുന്ന കോഫി മാറ്റിക്കോ. കൂടുതൽ അറിയാൻ വാട്സപ്പ് ചെയ്യുക. രോഗം വരാൻ കാത്തു നിൽക്കരുത്, അതിനു മുൻപ് പ്രതിരോധിക്കൂ. എല്ലാവർക്കും റെഗുലർ കോഫിയായി ഈ ഐ-കോഫി കുടിക്കാം. പ്രമേഹം പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ നിങ്ങളെ വേട്ടയാടില്ല. എല്ലാ ഭക്ഷണവും മിതമായി കഴിക്കാം. കഴിക്കണമെന്നാലേ ആരോഗ്യമുണ്ടാവൂ, മരുന്നല്ല ഭക്ഷണം എന്ന് നിങ്ങളുടെ റഷീദ്. നന്ദി.